ചില ആളുകൾ ചില വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളെ ശക്തമായി എതിർക്കുക, അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വേദികൾ ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ ആളുകളും ഉണ്ടാവുമല്ലോ. സുന്നികൾ അതിലുണ്ടാവും, മുജാഹിദീകളുണ്ടാവും, സുന്നി മുജാഹിദും അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. ഇവരെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളാവുമ്പോൾ അവർ വേദികൾ ഒരിക്കലും സുന്നത്ത് ജമാഅത്തിനെയോ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളെയൊക്കെ എതിർക്കാൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. നമുക്കത് മറുപടി പറയാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല, മറുപടി പറയണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുകയല്ല. അങ്ങനെ ചില ആളുകൾ ധരിക്കുന്നുണ്ട്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ എവിടുന്ന് എതിർത്താലും അതിനെതിരെ നമ്മൾ ശബ്ദിക്കുമ്പോൾ അതിന് നമ്മൾ മറുപടി പറയുകയല്ലേ ചെയ്യും, യാതൊരു സംശയമില്ല. അതുകൊണ്ടുള്ള മുൻകഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ള അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു. പുളിക്കൽ വെച്ച് ചില ആളുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അഥവാ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശങ്ങൾ എതിർത്തു. അന്ന് അതിൻ്റെ ഉടനെ തന്നെ പിറ്റേന്ന് അവിടെ സമ്മേളനം ഉണ്ടാക്കി. മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, മഹാനാവുന്ന ഷെയ്ഖുന ശംസുൽ ഉലമയും ഷെയ്ഖുന കണ്ണിത്ത് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ ആ വേദിയിൽ പങ്കെടുത്തു. ശക്തമായി അവർ പ്രസംഗിച്ചു കൊടുത്തു. ഇതാണ് അവർ നമുക്ക് കാണിച്ചു തന്നതായ മാർഗം.